ആലുവ മണപ്പുറത്ത് ശിവരാത്രി ബലിതർപ്പണം തുടരുകയാണ്. പിതൃതർപ്പണ പുണ്യം തേടി ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. പിതൃതർപ്പണത്തിനായി 116 ബലിത്തറകളാണ് മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ഇന്ന് ഉച്ചവരെ ആലുവ ടൗണിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാരംഗാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. സാരംഗ്, വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആലുവയിൽ കഴിഞ്ഞ ദിവസം മുഴുവനുള്ള ആ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? അഖില, ആലുവ മണപ്പുറം ഇപ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും, ചുറ്റിലും കാണാൻ കഴിയും, നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഈ ഒരു മണപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഈ ബലിത്തറകളിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഈ ബലി പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു മുഹൂർത്തമാണ് നമുക്ക് കാണാൻ കഴിയുക. നിരവധി ആളുകളാണ്, അതായത് ഒരു 10,000-കണക്കിനധികം ആളുകൾ ഇന്ന് ഈ മണപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം, എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ മുതൽ തന്നെ, രാവിലെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു ഈ ആലുവ ഭാഗത്തും അതുപോലെ തന്നെ മണപ്പുറത്തും ഈ മഹാദേവ ക്ഷേത്രത്തിലും ഉൾപ്പെടെ രാവിലെ മുതൽ നിരവധി ആളുകളായിരുന്നു എത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതായത് ലക്ഷാർച്ചനയും അതുപോലെ തന്നെ രാത്രിയുള്ള എഴുന്നള്ളത്ത് ചടങ്ങും കഴിഞ്ഞതിന് ശേഷം 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഔപചാരികമായിട്ടുള്ള ഒരു ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 100-ൽ-അധികം ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് ഇവിടെ ഉള്ളത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തി ബലിതർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഏറെ ഒരു ഭക്തി നിർമ്മലമായൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ, ജോലിക്കൊക്കെ പോകുന്ന ആളുകളും ഉൾപ്പെടെ ഈ തിരക്കിനിടയിലും വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ ബലിതർപ്പണം നടത്തി പോകുന്നുണ്ട്. ഇപ്പം കാണാൻ കഴിയും, നിരവധി ആളുകളാണ് ഈ കാഴ്ചയിൽ കാണുന്നത്. ഈ ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം, ഈ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ബലി പുഴയിലേക്ക് ഒഴുകി മുങ്ങി നിവരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റ് തിരക്കുകളും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തന്നെയാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയിൽ ഇത്തവണയും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളുമില്ല. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. നമുക്ക് ഇതിനോടകം തന്നെ കാണാം, നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചവരെ ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കും, അല്ലെങ്കിൽ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. രാവിലെ മുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്നലെ തന്നെ ഉറക്കമില്ലാതെ തന്നെ ഇരുന്ന് ഇത്തരത്തിൽ ഈ പലരും പല സാഹചര്യത്തിലും ഇവിടെ വന്നിരുന്ന് രാവിലെ ബലിതർപ്പണം നടത്തുന്നവരൊക്കെ ഉണ്ട്. അതായത് രാവിലെ വന്ന് മണപ്പുറത്തിരുന്ന് ചടങ്ങുകളും പ്രാർത്ഥനകളും മറ്റ് നാമജപങ്ങളും ആയതിനു ശേഷം രാവിലെ ബലിതർപ്പിക്കുന്ന ചടങ്ങുകളും ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഭാഗത്ത് നിരവധി തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ ബലി പുഴയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അഖില. ശരി, സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.